ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ മടുപ്പ് എപ്പോഴും നമുക്ക് കടന്നു വരാറുണ്ട്. പ്രാർത്ഥിച്ച് മടുക്കുക, ഉപവസിച്ച് മടുക്കുക, അത് ദൈവത്തോട് ചോദിച്ച് മടുക്കുക, ഇതൊക്കെ നമുക്കൊരു മടുപ്പുണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്ത് ലഭിക്കാതെ വരുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോവുകയാണ്, ക്ഷീണിച്ചു പോവുകയാണ്. ചിലരുടെ വിശ്വാസ ജീവിതത്തിൽ അടിക്കടി നമുക്കുണ്ടാകുന്ന ചില ശോധനകൾ വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ നമ്മളങ്ങ് തളർന്നു പോകുന്ന ചില അനുഭവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മെ മടുപ്പിക്കാതെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതാ യേശു പറഞ്ഞ, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുക, ദൈവമായിട്ടൊരു സംഭാഷണമാണ്. നാം ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പിന്നീട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു താല്പര്യമില്ലാതെ വരും. എന്നാൽ ദൈവമക്കളെ, നമ്മൾ മടുത്തു പോകരുത്. നമ്മുടെ കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. വചനത്തിൽ പറയുന്നു, നിങ്ങൾ കണ്ണുനീരോടെ വിതയ്ക്ക്, ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കാത്തവരെങ്ങനെയാ കൊയ്യുന്നത്? മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി ഉണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മടുപ്പ് മാറ്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്, ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റിയാട്ട്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുകയില്ല. നല്ല ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം മടുപ്പ് മാറ്റി ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, ഉന്മേഷത്തോടെ പ്രാർത്ഥിച്ച് വിഷയത്തിന്മേൽ മറുപടി ലഭിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തീർച്ചയായിട്ടും ദൈവിക മറുപടിയുണ്ട്. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം.